not reachable. Please try again later. ഹലോ ഹലോ, എവിടെത്തി? എടി എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ചെറിയൊരു പണിയിൽ നിൽക്കുകയാണ്. എടോ, ചേട്ടനോട് വന്ന് നിൽപ്പുണ്ട്. എടി സോറി, എനിക്ക് എന്തായാലും ഇപ്പം വരാൻ പറ്റും തോന്നുന്നില്ല. നീ എന്തെങ്കിലും പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ ശരി, നോക്കട്ടെ. നോക്കിക്കൊണ്ടിരിക്കാതെ ഒഴിയടാ. ചേട്ടാ, അവന് കുറച്ച് തിരക്ക്, ഇന്ന് വരാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും ഹാപ്പിയാണോ റിലേഷൻഷിപ്പില്? ആ ചേട്ടാ, ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഇന്നവന് ശരിക്കും തിരക്കായണ്ട, അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് വന്നേനെ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നായിരിക്കും, തിരക്കായിരിക്കും അല്ലേ. ഇപ്പം അടുത്ത തവണ കാണാം. നീ എന്തെന്നല്ല വരാഞ്ഞേ? ചേട്ടൻ എത്ര നേരം തന്നെ നോക്കിയെന്നറിയോ? വിഷമിച്ചാണ് പോയെ. എടാ ശരിക്കും ഞാൻ വരാൻ നോക്കിയത് തന്നെ, പിന്നെ ജോലി തിരക്കൊണ്ടല്ലേ വരാൻ പറ്റാതായിപ്പോയി. ജോലി തിരക്കോ? എന്ത് ജോലി? അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയൊന്നും അല്ല, പിന്നെ തൽക്കാലത്തേക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊരു ജോലി. അടുത്ത തവണ നമ്മൾ ഒരുമിച്ച് ചേട്ടനെ കാണാം. ഉറപ്പാണോ? ഉറപ്പായി. എടാ, നിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്? രസമുണ്ടോ? നന്നായിട്ട് പോകുന്നു. അത് ശരി, ബോയ് ഫ്രണ്ട് ആളെങ്ങനെയാ? എടോ, ഭയങ്കര കെയറിങ് ആണോ, ഭയങ്കര സ്വീറ്റ് ആണ്, രസമാണ്, എന്നെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് പാരന്റ്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരെ കണ്ടായിരുന്നോ ബോയ് ഫ്രണ്ട്? എടോ, നമ്മൾ ഈ വട്ടം പരിചയപ്പെടാനിരിക്കായിരുന്നു, പക്ഷെ എന്തോ അവന് കുറച്ച് തിരക്കായിരുന്നു, പറ്റിയില്ല. അടുത്തോട്ട് എന്തായാലും പരിചയപ്പെടും, അവൻ വരുന്നുണ്ട്. അത് ശരി. അതെ, ഞാൻ ഈ കോഫി ഫിനിഷ് ചെയ്ത് ഇറങ്ങും, നീ വരുന്നുണ്ടോ? നിന്നെ ഡ്രോപ്പ് ചെയ്യാം? ഇല്ലടോ, അവൻ വരും, പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അത് ശരി, ഓക്കെ എടാ, അപ്പം ഞാൻ ബൈ. ഹലോ ഹലോ. എടി, എനിക്കിന്ന് വരാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല ഞാൻ വിളിച്ചത്. അതെന്താ, എന്ത് പറ്റി? അല്ല, എനിക്ക് സുഖമില്ലാത്ത പോലെ, പനിയാണെന്നൊരു സംശയം. ഓ, ഓക്കെ ആണോ നീ? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിൽക്കാന്ന് വെച്ചു. ടാബ്ലറ്റ് എന്തെങ്കിലും വാങ്ങിക്കണോ? വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കുറച്ച് നേരത്തേക്ക്, ഞാനൊന്ന് ഉറങ്ങാനായിട്ട് പോവാം. ഓക്കെ, ടേക്ക് കെയർ. ശരിയടാ, ബൈ. The number you are trying to call is currently not reachable. Please try again later. എടാ, നിനക്ക് പനി തീരെ കുറവില്ലേ? നീ എന്താ ഫോൺ എടുക്കാത്ത? എടാ, ഒന്ന് ഫോൺ എടുക്കോ, അല്ലെങ്കിൽ ഫ്രീ ആകുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കോ. ഒരു സമാധാനം ഇല്ല, അതുകൊണ്ടാ. പ്ലീസ്. The number you are trying to call is currently not reachable. Please try again later. The number you are trying to call is currently not reachable. Please try again later. The number you are trying to call is currently not reachable. Please try again later. The number you are trying to call is currently not reachable. Please try again later. The number you are trying to call is currently not reachable. Please try again later. കുഞ്ഞു, നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെങ്കിലും ഇനി മനസ്സിൽ വെച്ച് വളർത്തണ്ട. നമ്മുടെ ഈ ജീവിതം ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അതൊക്കെ. നീ അതൊക്കെ മറക്കുക. എന്നിട്ട് നിൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകും, ജോഗിങ്ങിന് പോകും, പഴയ നീ തിരിച്ചു കൊണ്ടുപോകും. സെൽഫ് ലവ്, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് 100% തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കരുത്.
ഓക്കെ ബൈ. ഹായ്. എടോ എനിക്കറിയാം താൻ എൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു സ്ഥലത്ത് പോയി പെട്ടുപോയതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ വിളിക്കെങ്കിലും ഞാൻ ചെയ്തേരും. സുഖമാണോ എനിക്ക്? എടാ താൻ ശരിക്കും ആരാ? തൻ്റെ പേരെനിക്കറിയില്ല, തൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റേറ്റസ് എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. തൻ്റെ വീട് എവിടാന്ന് പറഞ്ഞിട്ടില്ല, ജോലി എവിടാന്ന് പറഞ്ഞിട്ടില്ല, തന്നെ കുറിച്ചിട്ട് ഒന്നും താൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ തന്നെ ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുക? ശരിക്കും എനിക്ക് റിലേഷൻഷിപ്പ് പോലെ ഒരു ഷോ ഓഫ് അല്ലേ? എടോ എനിക്കറിയാം താൻ ഞാനിങ്ങനെ എടാ തന്നെ കാണാതിരുന്നപ്പോഴാണ് എനിക്ക് തൻ്റെ സ്നേഹവും കെയറിങ്ങും ഒക്കെ മനസ്സിലായത്. എനിക്കൊരു ചാൻസ് കൂടെ തന്നൂടെ? എടാ എത്ര ചാൻസ് ഞാൻ എനിക്ക് തന്നടോ? ഞാൻ ഓരോ വട്ടം എന്നെ കരയിപ്പിക്കുമല്ലായിരുന്നോ? എനിക്കറിയാം എന്ത് കഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നതെന്ന്. എനിക്കിനി തിരിച്ചു പോകാൻ വയ്യാത്തോണ്ടാ. എന്തായാലും തെറ്റൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അടുത്ത റിലേഷൻഷിപ്പിലെങ്കിലും മിനിമം ലോയാലിറ്റി അത് കാണിക്കും. ഓൾ ദി ബെസ്റ്റ്. All the best. And thank you so much for all the lessons.